ശാന്തി. രാജയോഗ ശിബിരം എന്ന തീർത്ഥയാത്ര നമ്മൾ തുടരുകയാണ്. ആത്മാവിനെക്കുറിച്ച് പൂർണ്ണമായി നമ്മൾ പഠിച്ചു കഴിഞ്ഞു. ഈശ്വരനെക്കുറിച്ചും പഠിച്ചു കഴിഞ്ഞു. ആത്മ ശരീരം വിട്ട് അടുത്ത ശരീരത്തിലേക്ക് പ്രവേശിക്കുന്നതിന് മുന്നേ മരണവും മരണശേഷം ഉണ്ടാകുന്ന ആ കാലഘട്ടവും എല്ലാം നമ്മൾ വ്യക്തമായി പഠിച്ചു കഴിഞ്ഞു. ഇനി നമുക്ക് ആത്മാനുസ്മൃതിയിൽ ഇരുന്നു കൊണ്ട് ഈശ്വരനെ ഓർമ്മിക്കുക, അഥവാ നമ്മുടെ രാജയോഗ ധ്യാനം അഭ്യസിക്കുക. ഇത് സഹജമായി ചെയ്യാൻ സാധിക്കും. പക്ഷെ രാജയോഗ ധ്യാനം ചെയ്യുമ്പോൾ അത് പൂർണ്ണമായി നമുക്ക് ആ അനുഭൂതിയിലേക്ക് വരാൻ വേണ്ടി ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളാണ് നമ്മൾ ഇന്നത്തെ എപ്പിസോഡിൽ പറയാൻ പോകുന്നത്. ഒന്നാമത്, സാധാരണ നമ്മൾ പ്രാർത്ഥിക്കുന്ന സമയത്ത് ഭഗവാന്റെ മുന്നിൽ പോയിരുന്ന് അങ്ങ് പ്രാർത്ഥിച്ചാൽ മാത്രം മതി. നാമം ജപിക്കുക, അല്ലെങ്കിൽ മന്ത്രം ചൊല്ലുക, അല്ലെങ്കിൽ ഭജന ജപിക്കുക, ഇത്രയൊക്കെ മതി. പക്ഷേ മെഡിറ്റേഷൻ ചെയ്യാനിരിക്കുന്ന സമയം നമ്മൾ അല്പം കൂടി സ്വന്തം അവനവനിലേക്ക് ശ്രദ്ധ കൊണ്ടുവരണം. എങ്ങനെയാണോ കുളിച്ച് വൃത്തിയായി നമ്മൾ അമ്പലത്തിലേക്ക് പോകുന്നത്, അതേപോലെ മനസ്സിൽ ആത്മാ എന്ന സങ്കല്പം ശക്തമായി ഉണർത്തിയതിന് ശേഷം വേണം നമുക്ക് ഭഗവാനുമായുള്ള സമാഗമം സാധ്യമാകണമെങ്കിൽ. കാരണം ശരീരവും ഭഗവാനുമായിട്ട് യാതൊരു ബന്ധവുമില്ല. അതുകൊണ്ട് വെറുതെ നമ്മൾ ഞാൻ അങ്ങനെ തന്നെ, ഞാൻ രാജനാണ് അല്ലെങ്കിൽ രാജിയാണ് എന്നൊക്കെയുള്ള അതേ ബോധത്തോടു കൂടി വന്നിരുന്നാൽ നമുക്ക് ഭഗവാന്റെ കയ്യിൽ നിന്നുള്ള അനുഭൂതി കിട്ടില്ല. അപ്പോൾ അനുഭൂതി കിട്ടണമെങ്കിൽ നമ്മുടെ മനസ്സിലെ ചിന്താധാരയിൽ ഞാൻ ആത്മാവാണ്, ഇതെൻ്റെ ശരീരമാണ് എന്ന സ്മൃതി, ഈ ശരീരത്തിൽ നിന്നും വ്യത്യസ്തമായ ശക്തിയാണ് ഞാൻ. ഇത് നമ്മൾ കമൻട്രിയിൽ പറയുമ്പോൾ ഒപ്പം തന്നെ ആ കമൻട്രിയിൽ പറയുന്നതിനും അതേസമയം നമുക്ക് ഓർമ്മ വരണമെങ്കിൽ, അല്ലെങ്കിൽ അത് അനുഭവം ആകണമെങ്കിൽ നടക്കുമ്പോഴും ഇരിക്കുമ്പോഴും ഒക്കെ നമ്മൾ ചെറിയ ഒരു അറ്റൻഷൻ ആവശ്യമാണ്. എത്ര കൂടുതൽ സമയം ഞാൻ ആത്മാ ഈ ശരീരത്തിൻ്റെ ഭ്രൂമധ്യത്തിലിരിക്കുന്ന ഒരു ദിവ്യ ചൈതന്യ ശക്തിയാണ്, അല്ലെങ്കിൽ ഞാൻ മസ്തിഷ്ക മധ്യത്തിലിരിക്കുന്ന ഒരു ചൈതന്യമായിരിക്കുന്ന ആത്മാ, ചൈതന്യ ജ്യോതിർബിന്ദു, അതിൽ നിന്നും പ്രകാശം പരന്നുകൊണ്ടിരിക്കുകയാണ്. ഇത് പറയുന്നതിനൊപ്പം തന്നെ നമ്മുടെ ബുദ്ധി കൊണ്ട് അതിനെ കാണാൻ നമുക്ക് എത്ര കൂടുതൽ സാധിക്കുന്നു, എത്ര കൂടുതൽ പ്രാവശ്യം നമ്മളത് പ്രാക്ടീസ് ചെയ്യുന്നു, അത്രയും സഹജമായിക്കൊണ്ട് നമുക്ക് മെഡിറ്റേഷൻ്റെ അവസ്ഥയിലേക്ക് ഉയരാനായിട്ട് സാധിക്കും. പിന്നെ നമ്മളാരും സന്യാസിമാരല്ല, കർമ്മലോകത്ത് ബിസി ആയിരിക്കുന്ന ആളുകളാണ്. അതുകൊണ്ട് തന്നെ കർമ്മം ചെയ്യുമ്പോഴും ആത്മാന്നുള്ള സ്മൃതിയെ ഉണർത്താൻ നമ്മൾ ശ്രദ്ധിക്കേണ്ടതാണ്. നമ്മുടെ അടുത്ത് ആരാണോ സമ്പർക്കത്തിൽ വരുന്നത്, അത് കസ്റ്റമർ ആവട്ടെ, കൊളീഗ്സ് ആവട്ടെ, ഫ്രണ്ട്സ് ആവട്ടെ, അല്ലെങ്കിൽ റിലേഷൻസ് ആവട്ടെ, മക്കളാവട്ടെ, അച്ഛനോ അമ്മയോ ആരും ആകട്ടെ, ആര് വരുമ്പോഴും നമ്മുടെ മനസ്സിൽ ഒരു പ്രാക്ടീസ് നമ്മൾ ചെയ്യണം. ഇവർ ആത്മാ ആണ്. അച്ഛൻ ഒരു ആത്മാവാണ്, അല്ലെങ്കിൽ ഫ്രണ്ട് ഒരു ആത്മാവാണ്, മകൻ ഒരു ആത്മാവാണ്, മകളൊരു ആത്മാവാണ്. ഇങ്ങനെ ഏതൊരാളെയും അവരൊരു ആത്മാവാണ് നമ്മളുടെ മുന്നിലിരിക്കുന്നത് എന്ന് നമ്മൾ വെറുതെ ചിന്തിക്കുക. കാണുമ്പോൾ നമുക്ക് ആ പ്രകാശബിന്ദുവിനെ അവരുടെ നെറ്റിയിൽ കാണാനൊന്നും സാധിക്കില്ല. പക്ഷെ നമ്മുടെ വിചാരധാരയിൽ, സങ്കല്പത്തിൻ്റെ ഉള്ളിൽ നമ്മൾ അറിഞ്ഞുകൊണ്ട് ബോധപൂർവം ക്രിയേറ്റ് ചെയ്യുക, ഇവരൊരു ആത്മാവാണ്, അച്ഛനൊരാത്മാ, അമ്മ ഒരാത്മാ. അങ്ങനെ ആരെ കാണുമ്പോഴും ആത്മാവാണ് ആത്മാവാണ് എന്നൊരു തോട്ട് നമ്മൾ ക്രിയേറ്റ് ചെയ്യുമ്പോൾ, കേൾക്കുമ്പോൾ അതൊരു സാധാരണ പ്രക്രിയയായി തോന്നിയാൽ പോലും ആ തോട്ട് നമ്മുടെ ഉള്ളിലേക്ക് ഒരുപാട് ഊർജ്ജം ആവാഹിക്കും. മാത്രമല്ല നമ്മുടെ ഉള്ളിലെ സങ്കല്പങ്ങളെ ശുദ്ധീകരിക്കാനും സഹായിക്കും. അവനവനെക്കുറിച്ചും നമ്മൾ ചിന്തിക്കണം. ഞാനൊരാത്മാവാണ്, ഈ ശരീരം കൊണ്ട് കർമ്മം ചെയ്യുകയാണ്. ഇപ്പോൾ എഴുതുകയാണെങ്കിൽ വിചാരിക്കണം ഞാൻ ആത്മാ കൈകൊണ്ട് എഴുതിക്കുകയാണ്. വീടിൻ്റെ ഉള്ളിൽ സാധാരണ നിത്യകർമ്മങ്ങൾ ചെയ്യുകയാണ്, പാത്രം കഴുകുകയാണ്, അടിച്ചുവാരി തുടയ്ക്കുകയാണ്, അല്ലെങ്കിൽ പ്രസ് ചെയ്യുകയാണ്, ഏതാണ് ചെയ്യണമെങ്കിലും ഞാൻ ആത്മാ എൻ്റെ കൈകൾ കൊണ്ട് ചെയ്യിക്കുകയാണ്, കൈകൾ കൊണ്ട് പാത്രം കഴുകിക്കുകയാണ്, ശരീരത്തിന് ആഹാരം ഞാൻ കഴിപ്പിക്കുകയാണ്. വണ്ടി ഡ്രൈവ് ചെയ്യുകയാണെങ്കിൽ ഇത് 2 വണ്ടിയാണ്, ഒരു വണ്ടീനെ ഞാൻ ഈ കൈ കൊണ്ട് ഡ്രൈവ് ചെയ്യുന്നു, ഓൾറെഡി ഇതിൻ്റെ ഉള്ളിൽ ഞാൻ ആത്മാ എൻ്റെ കൈകൾ കൊണ്ട് ഇതിനെയും ഡ്രൈവ് ചെയ്യിക്കുന്നു. ഇങ്ങനെ എല്ലാ നമ്മുടെ കൊച്ചു കൊച്ചു കാര്യങ്ങളുടെ കൂടെയും ആത്മാ എന്നുള്ള സ്മൃതി എത്ര കൂടുതൽ നമ്മൾ ഉണർത്തുന്നോ അത്രയും കൂടുതൽ നമുക്ക് ആത്മാനുഭൂതി മെഡിറ്റേഷൻ ഇരിക്കുമ്പോൾ കിട്ടുകയും, ഇരുന്ന് ഞാൻ ആത്മാന്ന് വിചാരിക്കുന്ന സമയത്ത് തന്നെ ഭ്രൂമധ്യത്തിൽ തിളങ്ങുന്ന, അല്ലെങ്കിൽ മസ്തിഷ്ക മധ്യത്തിൽ തിളങ്ങിക്കൊണ്ടിരിക്കുന്ന ദിവ്യജ്യോതിയായ നമ്മളെ നമുക്ക് വിഷം ചെയ്യാൻ സാധിക്കും. ഉടനടി നമ്മുടെ സങ്കല്പങ്ങൾ കർമ്മലോകത്തിൽ കർമ്മം ചെയ്തുകൊണ്ടിരിക്കുകയാണെങ്കിൽ പോലും അതിൽ നിന്നും വിട്ടുമാറി ആത്മസ്മൃതിയിലേക്ക്, സ്മൃതി നിരന്തരമാകുന്ന ആ ഒരു അവസ്ഥേനെയാണ് പറയുക സ്ഥിതി എന്ന് പറയുന്നത്, അവസ്ഥയിലേക്ക് നമുക്ക് ഉയരാൻ സാധിക്കും. അതുകൊണ്ട് മെഡിറ്റേഷൻ സഹജമാകാൻ ആത്മാഭിമാനി ആയി പ്രാക്ടീസ് ചെയ്യുക എന്നാണ് ഇതിനെ പറയുക. ഞാൻ ആത്മാവാണ് എന്ന പ്രാക്ടീസ് വളരെ ആവശ്യമാണ്. രണ്ടാമത്,
ദിവസവും നമ്മൾ പ്രാക്ടീസ് ചെയ്യണം. എപ്പോഴൊക്കെ സമയം കിട്ടുന്നോ വെള്ള കാലത്ത് ഒരിക്കൽ അല്ലെങ്കിൽ 2-3 ദിവസത്തിൽ ഒരിക്കൽ മാത്രം മെഡിറ്റേഷൻ ചെയ്യുകയാണെങ്കിൽ പവർഫുള്ളായിട്ട് നമുക്ക് മെഡിറ്റേഷൻ അനുഭവമാവില്ല. ദിവസവും നമ്മൾ എങ്ങനെയാണോ രാവിലെ എഴുന്നേറ്റാൽ കുളിക്കും, ആഹാരം കഴിക്കും, ഇതൊന്നുമില്ലാതെ നമുക്ക് ജീവിക്കാൻ പറ്റില്ല. അതേപോലെ തന്നെ പ്രഭാതത്തിൽ എഴുന്നേറ്റാൽ ആദ്യം കൈകാലുകൾ കഴുകി ശുദ്ധമായി ആദ്യത്തെ നമ്മുടെ പ്രാക്ടീസ് മെഡിറ്റേഷൻ ആയിരിക്കണം. മനസ്സിലൊരു വിചാരം വേണം, ഇന്നത്തെ ലോകത്തെ കർമ്മമണ്ഡലത്തിലേക്ക് ഇറങ്ങുന്നേക്കാൾ മുന്നേ ഞാൻ എന്നെ ഭഗവാന്റെ കൂടെ ഇരുന്നു കൊണ്ട് ചാർജ് ചെയ്യുകയാണ്, ആത്മസ്മൃതിയിൽ ഇരുന്നു കൊണ്ട് ശക്തി സംഭരിക്കുകയാണ്. ഇങ്ങനെയൊക്കെയുള്ള ശുദ്ധ സങ്കല്പങ്ങൾ മനസ്സിൽ ഉണർത്തിക്കഴിഞ്ഞാൽ രാവിലെ എഴുന്നേറ്റാൽ മെഡിറ്റേഷൻ ചെയ്യുക എന്നുള്ളത് നമുക്ക് ഉത്സാഹമുള്ള ഇഷ്ടമുള്ളൊരു പ്രക്രിയ ആയിരിക്കും. കണ്ണു തുറന്ന് അതും അതിരാവിലെ എഴുന്നേൽക്കാൻ കഴിയുകയാണെങ്കിൽ എല്ലാവരും ശബ്ദലോകം സജീവമാകുന്നേക്കാൾ മുന്നേ, അതായത് ഒരു 4 മണിക്കോ 3:30ക്കോ നിങ്ങളുടെ കപ്പാസിറ്റി പ്രകാരം എഴുന്നേറ്റിരുന്നു കൊണ്ട് നിങ്ങൾ ഈശ്വരനോട് സംവദിക്കാനായിട്ട് തയ്യാറാകുകയാണെങ്കിൽ ആ സമയത്തെ അന്തരീക്ഷത്തിൻ്റെ ശാന്തി നമ്മുടെ മനസ്സിനെ ശാന്തമാക്കാൻ ഒരുപാട് സഹായിക്കും. അതുകൊണ്ട് ഉത്സാഹം ഉണ്ടാകുമ്പോഴാണ് നമ്മൾ അങ്ങനെയൊക്കെ തയ്യാറാകുക. അതുകൊണ്ട് മനസ്സിൻ്റെ ഉള്ളിലൊരു ഉത്സാഹത്തോടു കൂടി ഒരു നിഷ്ഠയോടുകൂടി അതിരാവിലെ എഴുന്നേറ്റ് ഭഗവാനെ ഓർമ്മിക്കണം. പിന്നെ അടുത്ത സമയം ഭഗവാൻ ഓർമ്മിക്കാൻ നമ്മൾ പ്രാക്ടീസ് ചെയ്യേണ്ടത് സന്ധ്യാസമയമാണ്. 6:30 മുതൽ 7 വരെയുള്ള സമയം, അമ്പലങ്ങളിലൊക്കെ പൂജാർച്ചനകൾ നടക്കുന്ന സമയം, മറ്റെല്ലാ ആരാധനാലയങ്ങളിലും പ്രാർത്ഥിക്കുന്ന സമയം. ഈ സമയത്ത് നമ്മൾ എഴുന്നേറ്റ് ആ സമയത്ത് നമ്മുടെ കർമ്മമണ്ഡലങ്ങളിൽ നിന്ന് മാറി ഈശ്വര ധ്യാനത്തിന് വേണ്ടി ഉപയോഗിക്കുകയാണെങ്കിൽ നമുക്കത് വളരെ സഹായിക്കും. പിന്നെ എപ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഗ്യാപ്പ് കിട്ടുന്നു കർമ്മത്തിൻ്റെ ഇടയിൽ, ആ സമയത്തൊക്കെ നമ്മൾ ആത്മസ്മൃതി അനുഭവം ചെയ്യാനോ ഈശ്വരനെ ഓർമ്മിക്കാനോ നമ്മൾ പ്രാക്ടീസ് ചെയ്യണം. ഉദാഹരണം പറയുകയാണെങ്കിൽ നമ്മൾ ബസ് സ്റ്റോപ്പിൽ ബസ് കാത്ത് നിൽക്കുകയാണ്, ബസ് വരുന്നില്ലല്ലോ നമ്മൾ സ്ട്രെസ് ആവുന്നതിന് പകരം ആ സമയം ബസ് വരുന്നവരെ കുറച്ച് സമയം നമുക്ക് കിട്ടിയിരിക്കുന്നു, ഞാൻ ആത്മ പ്രാക്ടീസ് ചെയ്യട്ടെ. ബസ് സ്റ്റോപ്പിൽ നിൽക്കുന്ന എല്ലാവരും നമ്മൾ ആത്മാവായി കാണാം. നമ്മൾ നമ്മുടെ സിംഹാസനമാകുന്ന ഭ്രൂമധ്യത്തിൽ ഇരുന്നു കൊണ്ട് ഈ ശരീരത്തിലൂടെ അവിടേക്ക് നല്ല ശാന്തിയുടെ വൈബ്രേഷൻ പരത്തിക്കൊണ്ടിരിക്കുക, സ്നേഹത്തിൻ്റെ വൈബ്രേഷൻ പരത്തിക്കൊണ്ടിരിക്കുക. ഇങ്ങനെയൊക്കെയുള്ള ചെറിയ ചെറിയ പ്രാക്ടീസുകൾ ചെയ്ത് നോക്കുക. അപ്പോൾ നമുക്കവിടെ ഒന്നാമത് നമുക്ക് റെസ്റ്റ്ലെസ് ആവില്ല, രണ്ടാമത് നമ്മളിലൂടെ അവിടെ നല്ല വൈബ്രേഷൻ പരക്കും. ഏറ്റവും ഉത്തമമായ കാര്യം നമുക്ക് ആത്മാ എന്നുള്ള സ്മൃതി ഉണരാൻ സാധിക്കും. മൂന്നാമത് എല്ലാ ദിവസവും തുടർച്ചയായി ചെയ്യുന്നതിൻ്റെ ഒപ്പം തന്നെ ആത്മസ്മൃതി സ്ട്രോങ് ആയതിനു ശേഷം വേണം ഈശ്വരനെ നമ്മൾ ഓർമ്മിക്കാൻ. ഈശ്വരൻ എൻ്റെ തലയ്ക്ക് മുകളിൽ വന്നിരിക്കുകയാണെന്നും ഈശ്വരനാകുന്ന ആ പ്രകാശബിന്ദു നമുക്കറിയാം, നമ്മൾ ശിവബാബ എന്ന് വിളിക്കുന്നു. ആ ശിവബാബ, നമ്മുടെ സ്നേഹനിധിയായ ശിവബാബ, സ്നേഹസാഗരനായ ശിവബാബ ഒരു പ്രകാശബിന്ദുവായി ആത്മാവാകുന്ന എൻ്റെ ശിരസിൻ്റെ മുകളിൽ സന്നിഹിതനായിട്ടുണ്ട്. ബാബയിൽ നിന്ന് മുഴുവൻ കിരണങ്ങളും ഒരു പ്രകാശധാരയായി മൂർധാവിലൂടെ ഞാൻ ആത്മാവിൽ നിറഞ്ഞ് ഈ ബോഡി മുഴുവൻ നിറയുന്നു എന്നുള്ള സങ്കല്പം നടക്കുമ്പോഴും ഇരിക്കുമ്പോഴും ഒക്കെ തന്നെ നമ്മളെങ്ങനെയാണ് കുട ചൂടി പോകുമ്പോൾ തണൽ നമുക്ക് അനുഭവമാകുന്നത്, അതേപോലെ വെയിലിലാണെങ്കിലും പൊടിയിലാണെങ്കിലും മഴയിലാണെങ്കിലും എല്ലാ സമയവും ഈശ്വരൻ നമ്മുടെ തലയുടെ മുകളിലുണ്ട്. ആ പ്രകാശബിന്ദുവിൽ നിന്ന് പ്രകാശകിരണങ്ങൾ ഇങ്ങനെ ഒരു തണൽ പോലെ നമ്മുടെ ചുറ്റും ഒഴുകിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഇടയ്ക്കിടയ്ക്ക് വിഷൻ കാണാം. ഇങ്ങനെ നിങ്ങൾ ചെറിയ ഒരു സെൽഫ് അറ്റൻഷൻ നടത്തുന്നതിലൂടെ, ബുദ്ധിയെ ഭഗവാനിലേക്ക് ട്യൂൺ ചെയ്യുന്നതിലൂടെ, ഇരുന്ന് ഭഗവാനെ ധ്യാനിക്കാൻ തുടങ്ങുമ്പോഴേക്കും നമ്മുടെ മനസ്സിലെ സങ്കല്പധാരകൾ ഈശ്വരനിലേക്ക് എത്തും, ഈശ്വരൻ നമ്മുടെ അരികിലേക്ക് എത്തും, ഈശ്വരൻ്റെ ശക്തി നമുക്ക് അനുഭവമാകാനും തുടങ്ങും. വെറുതെ ഞാൻ ഒരുപാട് പ്രാവശ്യം സങ്കല്പിച്ചു, പക്ഷേ എനിക്കത് അനുഭവമാകുന്നില്ല എന്നൊക്കെ ചില സഹോദരന്മാർ പറയേണ്ടായി. ആ ഒരു അനുഭവം വരാത്തതിൻ്റെ കാരണം ഇരിക്കുമ്പോൾ മാത്രം നമ്മൾ ശ്രദ്ധിക്കുന്നത് കൊണ്ടാണ്. ഇരിക്കുമ്പോഴും നടക്കുമ്പോഴും എല്ലാ സമയവും നമ്മളിലേക്കൊരു ശ്രദ്ധയും ഈശ്വരനിലേക്ക് സ്നേഹത്തോടു കൂടി ഒരു സ്മൃതിയും നമ്മൾ ലിങ്ക് ചെയ്യിക്കുകയാണ് എങ്കിൽ നമുക്ക് യോഗ വളരെ എളുപ്പമായി മാറും. ഒരു കറണ്ട് ഫീൽ ചെയ്യും. യോഗ കഴിഞ്ഞാൽ നമുക്ക് കാര്യങ്ങൾ ചെയ്യാനുള്ള ഉത്സാഹം ഉന്മേഷവും കൂടും, ഒരു ഫ്രഷ്നെസ് അനുഭവമാകും, ശക്തി അനുഭവമാകും. നിങ്ങളും ശ്രദ്ധയോടുകൂടി ആത്മാ എന്നുള്ള പ്രാക്ടീസ് ചെയ്ത് രാജയോഗ അനുഭൂതി ചെയ്യേണ്ടതാണ്. ഓം ശാന്തി. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായി എങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്നതിനായി മൊബൈൽ സ്ക്രീനിൽ യൂട്യൂബ് എന്ന ആപ്ലിക്കേഷൻ തുറന്ന് മുകളിൽ സെർച്ച് ബാറിൽ BK സ്പേസ് ഷീജ എന്ന് ടൈപ്പ് ചെയ്യണം. തുടർന്ന് സബ്സ്ക്രൈബ് എന്ന ചുവന്ന നിറത്തിലുള്ള ബട്ടൺ ക്ലിക്ക് ചെയ്യണം. അപ്പോൾ വലതുവശത്ത് പ്രത്യക്ഷപ്പെടുന്ന ബെൽ ഐക്കൺ കൂടി ക്ലിക്ക് ചെയ്യാൻ മറക്കരുത്. അതിലൂടെ വീഡിയോ അപ്ലോഡ് ചെയ്യുന്ന അതേ സമയം നോട്ടിഫിക്കേഷൻ മൊബൈലിൽ ലഭിക്കാനും വീഡിയോ കാണാനും സാധിക്കുന്നതാണ്.
ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത ഓരോരുത്തർക്കും നന്ദി.